കരമന മങ്കാട് ലൈൻ, കരമന പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ താഴെ. ഈ ലൈവ് കാണുന്നവർ കൃത്യമായി അധികാരികളെ ഇത് ബോധ്യപ്പെടുത്തണം. സമാന്തരമായ നെയ്യാറ്റിൻകര വിഷയവുമായി ഇതിനെ ഉൾപ്പെടുത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിലെ ഭർത്താവ് വിദേശത്തുള്ള ഒരു മാതാവിനെയും 2 മക്കളെയും ഈ വീട്ടിൽ നിന്ന് വെളിയിലിറക്കുന്നതിന് വേണ്ടി കളക്ടർ ഓർഡർ ഇട്ടിരിക്കുകയാണ്. കളക്ടർ ഓർഡർ ഇടുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കയ്യിൽ കോടതി കൊടുത്ത ഒരു ഓർഡർ ഇവരുടെ കയ്യിലുണ്ട്. ആ ഓർഡർ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പം കരമന സ്റ്റേഷനിൽ നിന്നും പോലീസ് ഇന്ന് 1 മണിക്ക് വന്ന് ഇവരെ ഇവിടെ നിന്നും അടിച്ചു പുറത്തിറക്കാൻ പോവുകയാണ്. ഇവർ പറയുന്നു, ഞങ്ങൾ 3 പേരും തൊട്ടടുത്ത് കാണുന്ന ഈ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. ഇവർ കൊടും ക്രൂരതയിലേക്ക് പോകുന്നതിന് മുമ്പ് അധികാരികൾ ഇടപെട്ട് ഇതിന് ന്യായമായ ഒരു നീതി ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടിയാണ് ഈ ലൈവ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആ മാതാവിനോട് നമുക്ക് ചോദിക്കാം. പറയും. ഞങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയാണ് അവരിയ്ക്കുന്നത്. 1 മണിക്ക് ഞങ്ങളെ എന്നെയും എൻ്റെ മക്കളെയും ഇറക്കി വിടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പോകാൻ വേറെ വഴിയൊന്നുമില്ല. പ്രായപൂർത്തിയായ ഒരു മകളാണുള്ളത്, ഒരു മോനുമാണ് ഉള്ളത്. ഇല്ലെങ്കിൽ ഞങ്ങൾ റെയിൽവേ ട്രാക്കിൽ തന്നെ ഞങ്ങളെ ജീവിതം അവസാനിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. ഇപ്പം ഭർത്താവ് വിദേശത്താണ്. നമുക്ക് ഇനി വേറെ ഒരു വഴിയുമില്ല. ഇവിടെ തന്നെ വേറെ വാപ്പായ നാട്ടിലില്ല. ഇനി വേറെ ഇവർ വന്ന് ഇറക്കുമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ ആത്മഹത്യ അതിന് തന്നെ ഇവിടെ നിൽക്കണം. വേറെ ഒന്നുമില്ല. ഇവിടെ പറയാനായിട്ട് അച്ഛൻ തന്നെയാണ് കഷ്ടപ്പെട്ട് ഇത്രയും വീടും സ്ഥലവും എല്ലാം ഉണ്ടാക്കിയത്. ഇപ്പം എന്നെ ഇവർ ക്രൂരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് സ്റ്റേഷൻ അവിടെ ഇവിടെ എല്ലാം കയറ്റി ഇറക്കിയാണ്. പോലീസ് വരെ എന്നെ ഇപ്പം എനിക്കതിൽ ക്രിമിനൽ കേസ് എടുക്കും, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ പറഞ്ഞ് എന്നും പ്രശ്നമാണ്. ഞാൻ കൊടുക്കുന്ന കേസൊന്നും പോലീസ് എടുക്കുന്ന പോലുമില്ല. അവർ എനിക്കെതിരെ കേസ് എടുക്കുകയാണ്. ഇപ്പം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് 1 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകണം. വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾക്കൊരു സ്ഥലമില്ല കിടക്കാനായിട്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങി ചാവാൻ തന്നെ പോകണം. ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി റജീന ബീഗം അവരെ ഒരു സ്വാധീനം കൊണ്ടാണ് ഇത്രയും ഉമ്മായി അനിയന് എല്ലാവരെയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരു സ്ഥലമില്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന ചെറിയ നാൾ പോലെ കണ്ടുവരുന്ന ഈ റജീന ബീഗം എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി സെക്രട്ടറി ഉദ്യോഗസ്ഥയാണ് ഇത്രയും ക്രൂരമായി ഞങ്ങൾ ചെയ്യുന്നത്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ സ്വാധീനത്തിലാണ് ഈ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളൊരു സാധാരണ ജനങ്ങളാണ്. നിങ്ങൾ തന്നെയാണ് ഞങ്ങളെ നോക്കേണ്ടത്. പക്ഷെ അങ്ങനെ ഒരു റൈറ്റ് ഞങ്ങൾ തരുന്നില്ല. പക്ഷെ ഇത് നിങ്ങൾ തന്നേ മതിയാവും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇവിടെ തന്നെ ഇത് അവസാനിക്കുമ്പം ഉത്തരവാദിത്തം പറയുന്ന എല്ലാവരും ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഈ ഗവൺമെന്റ് ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഈ ഡെപ്യൂട്ടി സെക്രട്ടറി ഉത്തരവാദിത്തം പറയും. ഈ ഓർഡർ തന്ന ഈ കളക്ടർ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അത്ര ഞങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. അധികാരി വർഗങ്ങളുടെ കണ്ണു തുറക്കേണ്ടതുണ്ട്. കരമന മങ്കാട് ലൈൻ റെസിഡൻസ് അസോസിയേഷൻ്റെ നേരെ താഴ്ഭാഗത്ത്, കരമന പോസ്റ്റ് ഓഫീസിൻ്റെ നേരെ താഴ്ഭാഗത്താണ് ഈ വീട്. ഈ വീടിൻ്റെ പ്രമാണവും ഈ വീടിൻ്റെ മൊത്തം പ്രോപ്പർട്ടിയുടെ എല്ലാ പ്രമാണവും ഈ പറയപ്പെടുന്ന ഇവരുടെ ഈ കുടുംബത്തിൻ്റെ കാരണവരായ ഇവരുടെ ഭർത്താവ് ഗൾഫിൽ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണ്. എന്നിട്ടും ഇവരുടെ മകളായ ഈ പറയപ്പെടുന്ന ഈ വസ്തുവിൽ താമസിക്കുന്ന ഇവരുടെ മാതാപിതാക്കളുടെ ഒരു മകൾ റജീന എന്ന് പറയുന്ന ഡെപ്യൂട്ടി സെക്രട്ടറിയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പല പരാതികൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടും മറ്റധികാരി വർഗങ്ങളുടെ മുന്നിലും പരാതി കൊടുത്തിട്ട് പോലും ആ പരാതി സ്വീകരിക്കാതെ, ഒന്ന് വിളിച്ച് എന്താണെന്ന് പോലും ചോദിക്കാതെ ക്രൂരമായ ഒരു നടപടിയിലേക്ക് 1 മണിക്ക് നീങ്ങാൻ പോവുകയാണ്. ആ 1 മണിക്ക് കരമന പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് വന്ന് ഇവരെ അടിച്ചിറക്കാൻ പോവുകയാണ്. അടിച്ചിറക്കുമ്പോൾ ഇവരിലുണ്ടാകുന്ന ഈ ക്രൂരമായ വിഷയം നമ്മൾ നാട്ടിലുള്ള ജനങ്ങൾ ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ നാട്ടിലെ നല്ലവരായ എല്ലാവരോടും പറയുകയാണ്, ഇതിനു വേണ്ടി പ്രതികരിക്കേണ്ടതുണ്ട്. ഈ വിഷയം നമ്മൾ സർക്കാരിൻ്റെ മുന്നിൽ ഇത് കാണിക്കേണ്ടതുണ്ട്. ഇതൊരു നെയ്യാറ്റിൻകരയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വിഷയം ആവർത്തിക്കുമ്പം അത് ആവർത്തിച്ചതിന് ശേഷം കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല. അതിനു മുമ്പ് ഇതിന് ഉചിതമായ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ ലൈവിലൂടെ. ശരി. ഫിനിഷ് ചെയ്തിട്ട് കൊടുത്താൽ മതിയല്ലോ.